പകലൊന്നും കണ്ടില്ല നമ്മ പറഞ്ഞു. തകൃതിയായി തൊഴിലന്വേഷണമായിരിക്കും. ഏയ് അങ്ങനൊന്നുമില്ല. എവിടെ മറ്റേ പാർട്ടി? 2 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണാറില്ല. എന്നിട്ട് അന്വേഷിച്ചില്ലേ? കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, എന്തെങ്കിലും ജോലി ഒട്ട് കിട്ടി കാണും. അപ്പോ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ എല്ലാം തന്നെത്താൻ ചെയ്യേണ്ടി വരുമല്ലോ. ആ അതാ ഇപ്പോ ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. പോസ്റ്റ്മാൻ വന്നപ്പോ അമ്മ വാങ്ങി വെച്ചതാ. കുടിലിൽ താമസിക്കുന്ന കുറെ പേര് വെങ്കടേശന് ഭയന്ന് ഒഴിഞ്ഞു പോയത്രേ. കത്തെവിടുന്ന? എന്തുണ്ടായി? ഒന്നുമില്ല, ഒരു ചെറിയ വിശേഷം. എന്റെ അമ്മ മരിച്ചുപോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും കത്തയക്കുവോ? ശവോടൊക്കെ കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെന്നാണോ? പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. സ്വന്തം അമ്മയല്ലേ. അയാളുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല. എന്തേല് കുറച്ച് രൂപയുണ്ടമ്മേ. അയാൾക്ക് ചിലപ്പോ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ. ശരിയാ, അതിൻ്റെ എവിടുന്നാ കാശ്? മോൾ അതങ്ങ് എടുത്തു കൊടുത്തേക്ക്. അമ്മയും വാ. വയ്യ മോളെ, എനിക്ക് ആ കുട്ടിയെ കാണാൻ വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മേ? അയാൾക്കൊരു ആശ്വാസമാവട്ടെ. ശരി, മോൾ അതിങ്ങ് എടുത്തോണ്ട് വാ. നാട്ടിൽ പോവാൻ കാശില്ലെന്നോർത്ത് മോൻ വിഷമിക്കണ്ട. ദാസം പുറപ്പെട്ടോളൂ. എല്ലാം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. അവിടെ ഇനി ആരെയും കാണാനില്ല. എന്നാലും വീട്ടുകാര്? എനിക്ക് വീടും വീട്ടുകാരൊന്നുമില്ല. അമ്മ പറഞ്ഞു എന്തേലും കഴിക്കാൻ. വരൂ. എനിക്ക് തീരെ വിശപ്പ് തോന്നുന്നില്ല. അമ്മ പറഞ്ഞു കഴിക്കാതെ പറ്റില്ലെന്ന് പറയാൻ. വന്നേ, എനിക്ക് പാത്രം കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? ഏതർത്ഥത്തിൽ? ഇപ്പൊ ഒരു നേരം ഭക്ഷണം കൊണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓ, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞങ്ങൾ അത്രയ്ക്കങ്ങ് മനുഷ്യത്വം ഇല്ലാത്തവരല്ല കേട്ടോ. അയ്യോ അതല്ല. എന്നാ കഴിച്ചേ. നാട്ടിൽ പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ, തലയിലെ വര ശരിയായില്ല. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട വീട്ടിലായിരുന്ന അമ്മ. ഉടനെ വിവരം അറിയിക്കാൻ അവർക്കെന്റെ മേൽവിലാസം അറിയില്ലായിരുന്നു. അമ്മയുടെ ഇരുമ്പ് പെട്ടിക്കടിയിൽ നിന്ന് 2 ദിവസം മുമ്പാണത്രേ ഈ അഡ്രസ്സ് കിട്ടിയത്. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ ഉള്ളൂ. എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാണ് മരിച്ചത്. ഡ്രൈവറായിരുന്നു. കാലത്ത് എന്റെ കയ്യിൽ നിന്ന് ചോറുപതിയും വാങ്ങിച്ചു പോയതാ. രാത്രി നേരത്തെ വന്നിട്ട് ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. 11 മണിയായിട്ടും ആളെ കണ്ടില്ല. പിന്നെ പഠിക്കൽ ഒരു ആംബുലൻസ് വാനാ വന്നു നിന്നത്.
എത്രയോ ദിവസം കഴിഞ്ഞിട്ടും എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോ രാധയെന്ന് വിളിച്ചോണ്ട് അച്ഛൻ വരാന്തയിൽ ഇരിപ്പുണ്ടാവുമെന്ന് വെറുതെ ആഗ്രഹിക്കും. കുറെ കഴിഞ്ഞപ്പോ മറക്കാൻ ശ്രമിച്ചു. മറന്നല്ലേ പറ്റൂ. സോറി, ഈ നേരത്ത് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തോണ്ട് പറഞ്ഞു പോയതാണ്. എങ്ങോട്ടാ രാവിലെ തന്നെ? എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുക. വാതിൽ പൂട്ടിയിരിക്കുന്ന കണ്ടു. നേരത്തെ ഇറങ്ങിയല്ലേ? ഉവ്വ്. അതിനകത്തിരുന്നിട്ട് വല്ലാത്ത വീർപ്പുമുട്ടൽ. ചായ ഉണ്ടാക്കിയിട്ട് വിളിക്കാന്ന് വെച്ചപ്പോ ആളില്ല. അതുകൊണ്ട് കൂടിയാ ഇങ്ങി പോകുന്നത്. എങ്കിലത് വളരെ ബോറായിപ്പോയെന്ന് ഞാൻ പറയും. സത്യം പറയാലോ, ഇന്ന് വരെ എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാനൊരു ഭാരമായിരുന്നിട്ടേ ഉള്ളൂ. അത് പരിചയപ്പെട്ടവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആയിരിക്കാമെന്നല്ല, ആണ്. എങ്കിലങ്ങനെ. ഒരുപാട് കോംപ്ലക്സുകളുണ്ട് അല്ലേ? ഇല്ല, ഒന്നേ ഒന്ന് മാത്രം. ഇൻഫീരിയർ ടു എവരിബഡി. സത്യത്തിൽ കോംപ്ലക്സ് അല്ലത്, വെറും പരമാർത്ഥം. ആർക്കു വേണ്ടി ഞാനിനി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം അറിയില്ല. ആ ഒരു അവസ്ഥ വല്ലാത്ത ഒന്നാണ്. രാധയ്ക്ക് അത് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. വ്യക്തിപരമായി ഒരു ലക്ഷ്യവും ഇല്ലാതിരുന്നതാണ് ഇതിനൊക്കെ കാരണം. അത് പറയരുത്. എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം എൻ്റെ അമ്മയുടെ സന്തോഷമായിരുന്നു. അത് സാധിച്ചെടുത്തു. ഇനിയൊന്നും ബാക്കിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ കുഴപ്പം. ഞാൻ വെറുതെ പറയുകയല്ല. തനിച്ചാന്ന് കരുതുന്ന എന്തിനാ? ഞങ്ങളൊക്കെ ഇല്ലേ? എന്നോട് അടുക്കുന്നവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. எங்கே? அதோ அங்கதான். வாண்டட் ஏ கிராஜுவேட் டைப்பிஸ்ட். எஸ். தலைவர் வந்திருக்காரு. அரே, தலைவர் கோவை வெங்கடேசன். அது வாங்க. എനിക്ക് അയാളെ കാണണ്ട. அவர் கூப்பிட்டா வர்றதுதான் நல்லது. ഇല്ലെങ്കിൽ തല വെട്ടിക്കളയോ. ഒന്ന് പോണം മിസ്റ്റർ. அண்ணே, பையன் வரமாட்டானா? ஓஹோ. എന്താ എന്താ? എന്നെ പറ്റി ഉനക്ക് தெரியாதா? നിങ്ങൾ മലയാളിയല്ലേ? മലയാളത്തിൽ പറയാം, എനിക്ക് മലയാളം അറിയാം. പാവങ്ങളെ ചികിത്സിക്കാനുള്ള സർക്കാർ ആശുപത്രിയല്ലല്ലോ ഉദ്ദേശം. പ്രൈവറ്റ് നഴ്സിംഗ് ഹോം അല്ലേ? ആർക്ക് വേണ്ടി? ഒരു ചെറിയ പനി വന്നാൽ പോലും മനുഷ്യനെ കത്തി കൊണ്ട് കുത്തിക്കീറി കാശ് വിടുന്നുള്ള ഏർപ്പാടല്ലേ? തമ്പി, ഞാൻ മലയാളി തന്നെയാ. പാലക്കാടുകാരൻ വെങ്കടേശൻ. അന്ത പാലക്കാട് വെങ്കടേശൻ എന്ന സാധാരണയാളിൽ നിന്ന് ഇന്ത കോവൈ വെങ്കടേശൻ എന്ന നിലയിലേക്ക് വളർന്നത് പെട്ടെന്നല്ല. ഉന്നമാതിരി ഒത്തിരി ആളുകളെ കണ്ടും ഒതുക്കിയും ഒക്കെ തന്നെയാ. അതുകൊണ്ട് ഗലാട്ട ഉണ്ടാക്കാതെ തമ്പി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂ. ഇല്ലെങ്കിൽ ഒരു ചുക്ക് സംഭവിക്കില്ല. നിങ്ങൾ പാലക്കാടുകാരൻ വെങ്കടേശൻ എന്ന് ഇപ്പൊ കോവൈ വെങ്കടേശൻ ആയതുപോലെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്നെ ഒതുക്കാൻ വന്നാലുണ്ടല്ലോ. ആ, அப்படியா? பரவாயில்லையே. அப்புறம் பார்க்கலாம். என்னாச்சுண்ணே? அவன் காலி பண்ண மாட்டான். போகலாம். ആ വെങ്കടേശൻ വന്നിരുന്നല്ലേ? മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താ അവൻ ആശുപത്രിയായിട്ടാ വന്നേക്കുന്നത്. എന്നിട്ടൊന്നുമില്ല. ഭ്രാന്ത് പിടിക്കാൻ എന്തുണ്ടായി? എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഒരു ജോലിയില്ല. എത്ര ദിവസം കഴിയും? ഉച്ചയ്ക്ക് രാധയുടെ അമ്മ ചോറും കറി എടുത്തുകൊണ്ട് മുറിയിലേക്ക് വന്നേക്കുന്നു. കിടപ്പിലായി പോയ ഒരു രോഗിയുടെ അവസ്ഥ. ജോലി ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജോലി കണ്ടെത്തിയാ മതി. ദാസൻ കുറച്ച് ദുരഭിമാനമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഞാനോ?
ദുരഭിമാനവും ഇല്ല, ഇപ്പൊ അഭിമാനവും ഇല്ല. ഞാൻ ഉപദേശിക്കൊന്നുമല്ല. ഈ തെരുവിലൊക്കെ കാണാറില്ലേ സൈക്കിളിൽ ബുഡി ബുഡി എന്ന് വിളിച്ചോണ്ട് ചിലർ പോകുന്നത്? കാലിക്കുപ്പി കച്ചവടം ചെയ്യുന്നവരാ. അവര് ചെയ്യുന്നതും ഒരു ജോലിയാണ്. സൈക്കിൾ റിക്ഷ ചവിട്ടുന്നവനും ഒരു കുടുംബം പോറ്റുന്നുണ്ടെന്ന് ഓർക്കണം. വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യൂന്ന് നിർബന്ധമുണ്ടോ? ഒന്നുമില്ല, എന്ത് ജോലി ചെയ്യാനും ഞാനിപ്പോ റെഡിയാ. എങ്കിൽ പിന്നെ മടിച്ചു നിൽക്കണ്ട, സ്വയം ചിന്തിച്ചു നോക്കുക. ഒരു ജോലി മനസ്സിൽ കണ്ടെത്തുക. എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ താല്പര്യം തോന്നെങ്കിൽ കുറച്ച് രൂപയൊക്കെ എനിക്കും കടം തരാൻ പറ്റും. പലിശ കൂട്ടി തിരിച്ചു തന്നാ മതി. കത്രിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, തക്കാളി, ഉരുളക്കിഴങ്ങ്. തക്കാളി, കത്രിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക. തക്കാളി, വെണ്ടയ്ക്ക, പാവയ്ക്ക, കീര, പൊടലങ്ങ. தக்காளி என்ன விலை? കിലോ 5 രൂപ. 5 ரூபாயா? நேத்தி மார்க்கெட்ல 4 ரூபாய் இருந்தது. இருக்காதம்மா, இது சுத்தமான தக்காளி. அப்படின்னா? அப்படின்னா நல்ல அழகான தக்காளி. இதா இது பார்த்தாச்சா? முருங்கைக்காய் பார்த்தாச்சா? இந்த வெண்டைக்காய் பாருங்க, இந்த வெங்காயம். இதா இந்த இது பார்த்தாச்சா? 1/2 கிலோ போடட்டுமா? சரி போடு. தக்காளி, பாவைக்காய், உருளைக்கிழங்கு, புடலங்க, சீரா. ദാസാ, എടാ ദാസാ. വിജയ, നീ എവിടെ ആയിരുന്നു? ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് റൂം പോയപ്പോ ആ പെണ്ണിന്റെ അമ്മയെ കണ്ടു. നിന്റെ കാര്യം പറഞ്ഞു. നല്ല ആളുകൾക്ക് ഈ ഭൂമിയിൽ അധികം വാഴ്ചയില്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. നിനക്ക് ജോലി വല്ല ആയ? എവിടുന്ന്? നാട്ടിലുള്ള പഴയ ഒരു ചീട്ടുകളി സഹാവിനെ കണ്ടുമുട്ടി. അവന്റെ കൂടെ ആയിരുന്നു 1-2 ദിവസം. ഭക്ഷണത്തിന് മുട്ടില്ലായിരുന്നു. പിന്നെ അവന്റെ മുഖം കറുക്കാൻ തുടങ്ങി. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ടീ കടയിൽ ചായ അടിക്കുന്ന ജോലിയാണേ. ഞാനിങ്ങ് പോന്നു. നീ ബികോം ഫസ്റ്റ് ക്ലാസ് ഒക്കെ മതിയാക്കിയ? എന്ത് ബികോം? എങ്ങനെയെങ്കിലും വിശപ്പ് മാറണം. ആ പെണ്ണും നീയും തമ്മിൽ ലെപ്പായോ? പോടാ അവിടുന്ന്. ആവശ്യമില്ലാത്ത കാര്യം അവനറിയണം. വിജയ, നീ ഇതുപോലെ വല്ല പണിയും നോക്ക്. ഈ പണിയാ? ഞാനാ? എന്താ? അതിന് അവിടുന്ന് ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. 1/2 കിലോ വെങ്കായം കൊടുപ്പാ. നിന്റെ ജോലി നടക്കട്ടെ, ഞാൻ റൂമിൽ കാണും. வெங்காயம் கொடுப்பா. எவ்வளோ? 1/2 கிலோ. பிளாஸ்டிக் பக்கெட், பிளாஸ்டிக் சாமான் வாங்குறையோ? பிளாஸ்டிக் சாமான், பிளாஸ்டிக் பக்கெட், பிளாஸ்டிக் சாமான் வாங்குறையோ? சாமான், பிளாஸ்டிக் பக்கெட். അമ്മേ, അമ്മേ. ആ, അമ്മ കുളിക്കാണ്. ആദ്യം ഈ മീനെ കൊണ്ടുവച്ചേ, വെള്ളത്തിലിട്ടെ. എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്? ഇത് നിങ്ങൾക്കല്ല, ഞാനിന്ന് ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല. കൊണ്ടുവച്ചിട്ടോ, മുതലാളിക്ക് കണക്കാരണ്ടേ. ഏത് മുതലാളി? കൊണ്ടുവച്ചിട്ട് വന്നേ. അതെ, എന്നെയാണോ മുതലാളി എന്ന് വിളിച്ചത്? സംശയം എന്താ? മുതലാളിയല്ല, ഫൈനാൻസർ, ബ്ലേഡ്. എന്റെ ബിസിനസ് മോശമല്ലായിരുന്നു, പക്ഷെ ഇത് ടഫ് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണെന്ന് മനസ്സിലായി. ലാഭത്തിൽ ഇത്തിരി നഷ്ടം വന്നെങ്കിലും സ്വല്പം വില കുറച്ച് പറ്റി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നത്തെ വരവ് അങ്ങോട്ട് ഏൽപ്പിക്കാം. ഒന്നും വേണ്ട, ധൃതിയില്ല, പിന്നെ തന്നാ മതി. എന്റെ ഇരുന്ന് ചെലവായി പോവും. അങ്ങനെ ചെലവായി പറ്റില്ലല്ലോ. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശ് പോകുന്ന വഴി കാണുകയില്ല. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? പിന്നില്ലാതെ. ഇതില് മാത്രമല്ല, എല്ലാറ്റിനും വഴക്ക് പറയാൻ, ശാസിക്കാൻ, നേർവഴിക്ക് നടത്താൻ ഇതിനൊക്കെ ഒരാളുണ്ടാവുമെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. സ്വന്തം വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരത്താണി. മേലപ്പടി മണ്ണും പൊടിയാ. ഞാനൊന്ന് കുളിക്കട്ടെ. മീൻകറി നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കണം.